ബോളിവുഡിൽ ഇത്രയും ഹിറ്റ് സിനിമകളുടെ ഹിറ്റ് മേക്കർ എന്നുള്ള പേരിൽ ആ തിരക്കിൽ നിൽക്കുന്ന സമയത്തും കാഞ്ചീപുരം എന്ന ഓഫ് ബീറ്റ് സിനിമ ചെയ്യാനുള്ള ഒരു സ്പാർക്ക് എന്തായിരുന്നു? ഓൾ ത്രൂ മൈ കരിയർ എന്താ വെച്ചാൽ ഇപ്പോൾ പൂച്ചക്കരി മൂക്കുത്തി തൊട്ട് ലാസ്റ്റ് ബില്ലു ബാർബർ വരെയുള്ള സിനിമകളിൽ ഐ വാസ് വെരി ലക്കി ദറ്റ് ഐ ഹാഡ് ഓൾവേസ് ബീൻ സക്സസ്ഫുൾ. ഐ ഹാവ് സീൻ ലിറ്റിൽ ഡൗൺഫോൾ ഇൻ ബിറ്റ്വീൻ. പക്ഷേ കൂടുതൽ സമയത്ത് മോസ്റ്റ് ഓഫ് ദ ഫിലിംസ് ആർ സക്സസ്ഫുൾ. അപ്പോൾ ഉള്ള ഇതിനകത്തൊരു വലിയ സങ്കടമുള്ളൊരു കാര്യം വെച്ചാൽ ഈ കോമഡി സിനിമകൾക്ക് ഒരു വലിയ കുഴപ്പമുണ്ട്. എപ്പോഴും പറയും ചിരിക്കാം, അത്രയേ ഉള്ളൂ സിനിമകളെ കുറിച്ച്. സോ ഒരു ഹ്യൂമറസ് സിനിമ എടുക്കുന്ന ഒരു ഡയറക്ടറിന് ഒരാൾക്ക് ഒരു വാല്യൂ ഇല്ല. ഈസ് നെവർ കൺസിഡർഡ് ആസ് എ ഡയറക്ടർ. റെക്കഗ്നിഷൻ എന്നുള്ളൊരു മൂവ്മെൻറ്റ്, അതായത് ഗ്ലാമർ ആൻഡ് സക്സസ് എന്നുള്ളത് ഐ വാസ് അച്ചീവിങ് ഫ്രം കൊമേഴ്ഷ്യൽ ഫിലിംസ്. ബട്ട് എല്ലാ ഫിലിം മേക്കറുടെ മനസ്സിലും റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞൊരു പോയിന്റ് കാണും. സോ ഐ തോട്ട് ഇനഫ് ഓഫ് ഗ്ലാമറും സക്സസും ദൈവം തന്നു. അപ്പം ഇനിയുള്ള കാര്യം ഡെഫിനറ്റ്ലി നമ്മളുടെ മനസ്സിലുള്ള ഒരു സിനിമ എടുക്കണം. അപ്പം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് കാഞ്ചീപുരം എടുക്കുന്നത്. വെച്ചാൽ കാഞ്ചീപുരം എടുക്കുമ്പോൾ ഒരു വലിയ സുഖം എന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ഈ സിനിമ ഓടണം എന്നില്ല. അതുകൊണ്ട് ഫുള്ളി നമുക്ക് അങ്ങനെയുള്ള സിനിമയോട് കംപ്ലീറ്റ് ജസ്റ്റിസ് ചെയ്യാം. ഇങ്ങനെയാണ് ഈ സിനിമ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ആളുകൾ ഇത് എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള സിനിമയാണ് എന്നൊരു ധൈര്യം ഉണ്ടാകും. ഡെഫിനറ്റ്ലി എൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ സിനിമകളുണ്ട്. ഞാനിപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ആദ്യകാലത്ത് എസ്പെഷ്യലി ഒരുപാട് ഐ എം സോ താങ്ക്ഫുൾ ടു ട്രിവാൻഡ്രം. അതായത് ദിവസ് ചിത്രലേഖ ആൻഡ് ചലച്ചിത്ര, ഈ രണ്ട് ഫിലിം സൊസൈറ്റീസ് ഒരു വലിയ എക്സ്പോഷറായിരുന്നു അന്നത്തെ കാലത്ത്. അതായത് വീഡിയോ ഇല്ല, TV ഇല്ല, ഒന്നും ഇല്ലാത്ത സമയത്ത് വേൾഡ് സിനിമയുടെ നല്ലൊരു എക്സ്പോഷർ ഉണ്ടായിരുന്നു നമുക്ക്. ആ സമയത്ത് തന്നെ ആക്ച്വലി ഞാൻ മറ്റുള്ള CID നസീർ പോലുള്ള സിനിമകളെ ഐ യൂസ് ടു എൻജോയ്. അടൂർബാസിയുടെയും മെഹദൂറിനെയും കോമഡികളും എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഐ യൂസ് ടു സീ ദ ഫിലിംസ് ഓഫ് ഗ്രേറ്റ് ഫിലിം മേക്കേഴ്സ്. ഡേവിഡ് ലീൻ, of course, even Lean is a commercial filmmaker. Of course, ഞാൻ പറയും എപ്പോഴും ഡേവിഡ് ലീൻ ഇസ്, അദ്ദേഹം ദ്രോണാചാര്യൻ, ഞാൻ ഏകലവ്യനാണ്. ഐ കൺസിഡർ ഹിം ആസ് മൈ ഗുരു. മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ്, ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരുന്നു വെച്ചാൽ, ഇപ്പോഴും അത് ചലഞ്ചാണ്, ടു മേക്ക് സ്ലാപ്സ്റ്റിക് കോമഡീസ്. ഇല്ല, കൺവിൻസിങ് ആയിരിക്കണം. അവിടെ തട്ടി അത് ഇവിടെ വന്ന് ഇവിടെ അതിൻ്റെ സ്പീഡ്, അതിൻ്റെ ഫ്രെയിമിങ്, അതിൻ്റെ റേഞ്ച് ഓഫ് ലെൻസ് ഭയങ്കര കൺവിൻസിങ് ആയിരിക്കണം. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കൊറിയോഗ്രാഫി വിച്ച് ഇസ്, ആ ഒരു ചലഞ്ചൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാഞ്ചീപുരം എടുക്കുമ്പോൾ എനിക്ക് ഉണ്ടാവത്തില്ല. ബിക്കോസ് യു ആർ നോട്ട് ട്രൈങ് ടു കൺവിൻസ് സംബഡി, യു ആർ ട്രൈങ് ടു കൺവിൻസ് യുവർ സെൽഫ്. ആൻഡ് പ്രകാശ് രാജും ശ്രേയ റെഡ്ഡി ഒഴിച്ച് ബാക്കി എല്ലാവരും അതിൽ ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് വന്ന ആൾക്കാരെ. അതെ, എക്സെപ്റ്റ് പ്രകാശും ശ്രേയ റെഡ്ഡി എല്ലാവരും കൂത്തുപെട്ടർ എന്ന് പറയുന്ന തെരുവ് നാടകങ്ങൾ അവിടുന്ന് സെലക്ട് ചെയ്ത ആൾക്കാരാണ്. ഇതിൻ്റെ ഒരു എലമെന്റ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്, ഞാൻ 5ലോ 6ലോ പഠിക്കുന്ന സമയത്ത് കേശവദേവ് എന്ന് പറഞ്ഞ റൈറ്റർ, അദ്ദേഹം മിക്കവാറും എൻ്റെ വീട്ടിൽ വരുമായിരുന്നു. അങ്ങനെ പപ്പയോട് ഇങ്ങനെ പുള്ളി കാഷ്വലായിട്ട് പറഞ്ഞ് എൻ്റെ മനസ്സിൽ കിടന്നു. അതായത് ഹി വാസ് എ കമ്മ്യൂണിസ്റ്റ് ആൻഡ് ഹി വാസ് ടെല്ലിങ് മീ ദ ഐറണി ഓഫ് എ വീവർ ദാറ്റ്, അതായത് ഒരു കലാകാരൻ അവൻ്റെ സ്വന്തം സൃഷ്ടി ഓൺ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെയാണ് ഒരു സിൽക്ക് വീവർ. അതായത് അന്നത്തെ കാലത്ത് ഡിസൈനർ ഇല്ല, ഒന്നുമില്ല, വീവറിന്റെ മനസ്സിലാണ് സാരി എങ്ങനെ ഇരിക്കുന്നത്. ആ അയാൾക്ക് സ്വന്തമായിട്ട് അയാളുടെ മകൾക്കോ അയാളുടെ വൈഫിനോ ഒരു സാരി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. അതായത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇൻ ഹിന്ദുയിസം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സിൽക്ക് രണ്ട് സമയത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അന്നത്തെ കാലത്ത് ദൈവങ്ങൾക്ക് മാത്രം പട്ടുപിടിപ്പിക്കുക, പിന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പ്യൂരിറ്റി എന്ന് പറയുന്നതാണ് സിൽക്കിൻ്റെ ഒരു, അതുകൊണ്ടാണ് ഭഗവാനായാലും സിൽക്ക് ഉടുപ്പിക്കുന്നത്. പിന്നീട് നമ്മുടെ കല്യാണത്തിൻ്റെ ദ പ്യൂരിറ്റി ഓഫ് റിലേഷൻഷിപ്പിലാണ് സിൽക്ക് യൂസ് ചെയ്യുന്നത്. ഡെത്ത് സമയത്ത് ദേ ബിലീവ്, എസ്പെഷ്യലി ദേ ബിലീവ് ദാറ്റ് ദ സോൾ, ആത്മാവ് സിൽക്കിൽ കൂടെ വേണം, പൊതിഞ്ഞ് വേണം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. ഈ സമയത്ത് രണ്ട് സമയത്ത് ചെയ്യുന്നത് ഇവർക്കത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു താലി സിൽക്ക് നൂലിൽ കെട്ടും, എന്നിട്ട് പിന്നെ അത് മഞ്ഞച്ചരടി കെട്ടിടും. ആൻഡ് അതുപോലെ തന്നെ കാലിൽ ഒരു സിൽക്ക് ത്രെഡ് കെട്ടും. ഇതേ അവർക്ക് ചെയ്യാൻ കഴിയും. സോ ദിസ് ഐറണി ആക്ച്വലി ഹെൽപ്പ് മീ. ആൻഡ് ഇത് സത്യം തന്നെയാണ്. KS പാർത്ഥസാരഥി എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ലീഡറാണ് ഇതിന് എഗൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തത്. ഞാൻ ആ പടത്തിന് അവസാനം കാണിക്കുന്നത്. ഈ സിനിമ കഴിയുന്ന ഒരു വർഷത്തിന് 1947 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, കാഞ്ചി കാമാക്ഷി കോപ്പറേറ്റീവ് സൊസൈറ്റി അവിടെ ഉണ്ടാക്കി.